ഇംഗ്ലീഷിൽ മിക്കവർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ കൂടെ ING ചേർക്കണോ ED ചേർക്കണോ വേറെ ഏതെങ്കിലും വാക്ക് ചേർക്കണോ ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് വരാറുണ്ട്. പക്ഷേ ഈ കേസിൽ നമ്മൾ ഈ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴും സ്വഭാവങ്ങൾ പറയുമ്പോഴും നമ്മളവിടെ ഒന്നും ചേർക്കണ്ട. ആ വാക്ക്, പ്രവൃത്തി എന്ന് പറയുന്ന വാക്ക് മാത്രം എഴുതിയാൽ മതി. ഉദാഹരണത്തിന്, രാവിലെ എണീക്കാറുണ്ട്, അതിൻ്റെ വാക്ക് ഗെറ്റപ്പാണ്, അത് മാത്രം എഴുതിയാൽ മതി. കുളിക്കാറുണ്ട്, ഐ ബാത്ത്. പല്ല് തേക്കാറുണ്ട്, ബ്രഷ്. കുക്ക് ചെയ്യാറുണ്ട്, കുക്ക്. വായിക്കാറുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കാം? റീഡ്. നടക്കാറുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കാം? വാക്ക്. ഇനി പോകാറുണ്ട്, പോകുക, അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? ഗോ.